ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ചാമ്പ്യൻസ് ലീഗിന്റെ ഫസ്റ്റ് ഗെയിം അത്ലറ്റിക് ക്ലബ്ബുമായിട്ട് നാളെ കളിക്കാൻ പോവുകയാണ്. നമ്മുടെ മനസ്സിൽ അന്നേരം പെട്ടെന്ന് വരുന്ന കാര്യമായിരിക്കും, ദൈവമേ ഇങ്ങനെ പെട്ടെന്ന് അടുപ്പിച്ചടുപ്പിച്ച് ഗെയിമുകളാണെന്നല്ലോ എന്ന്. യെസ്, അടുപ്പിച്ചടുപ്പിച്ച് ഗെയിമുകളാണ്. ഈ മാസം തീരുന്നതിന് മുമ്പ് വിത്തിൻ ദ സ്പാൻ ഓഫ് 15 days നമ്മൾ കളിക്കാൻ പോകുന്ന കളികളുടെ എണ്ണം 4 എണ്ണമാണ്. അതിലെ 3 എണ്ണം എവേ. ഈ അത്ലറ്റിക് ക്ലബ് എവയാണ്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മാച്ച് ഹോം മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മാച്ച് പോർട്ടുഗലുമായിട്ടുള്ളത്, അത് എവേ. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മാച്ച് ന്യൂ കാസലുമായിട്ട്, അതും എവേ. അപ്പം ഒരുപാട് ട്രാവലുകൾ ഉള്ള മന്ത് ആണ് ഇത്. ഡെഫിനറ്റ്ലി ഇവിടെയാണ് നമ്മുടെ സ്ക്വാഡ് ഡെപ്ത് ഉപയോഗപ്പെടാൻ പോകുന്നത്. അർട്ടറ്റ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ. അർട്ടറ്റയുടെ ലാസ്റ്റ് ഗെയിം എല്ലാ ആർസണൽ ഫാൻസും ഐ എം 100% ഷുവർ, 100% തന്നെ പറയണം. ഒരുപാട് നെഗറ്റീവ് ഫാൻസ് ഉണ്ടായിരുന്നു. ആ ഫാൻസിനെ വരെ പോസിറ്റീവായിട്ട് പറയിപ്പിച്ച മാച്ചായിരുന്നു നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ടുള്ള ഒരു മാച്ച്. ആ ഒരു മാച്ചിൻ്റെ ആ ഒരു മൊമെൻറ്റം ക്യാരി ഫോർവേഡ് ചെയ്ത് ഈ സ്ക്വാഡ് ഡെപ്തൊക്കെ യൂസ് ചെയ്ത് അർട്ടറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു പ്രാർത്ഥന എന്നൊക്കെ പറയാം. അപ്പം ഈ അത്ലറ്റിക് ക്ലബിൻ്റെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് EPL പറ്റി നമ്മൾ അതായത് മാച്ച് ഡേ 4 പ്രീമിയർ ലീഗിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനെപ്പറ്റി പെട്ടെന്നൊന്ന് സംസാരിക്കാം. എസ്പെഷ്യലി ബേൺലി വേഴ്സസ് ലിവർപൂൾ ഗെയിം. ഈ ബേൺലി വേഴ്സസ് ലിവർപൂൾ ഗെയിം ഞാൻ സത്യം പറഞ്ഞാൽ ഫുള്ളൊന്നും കണ്ടില്ല. ഫസ്റ്റ് ഹാഫിൻ്റെ ലാസ്റ്റ് 10 minute, പിന്നെ 70th minute ഞാനിങ്ങനെ നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോൾ 0-0 എന്ന് കണ്ടപ്പോൾ എന്നാ കണ്ടേക്കാം, ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്നുള്ള മൈൻഡിലൊക്കെ കയറിയത് കണ്ട്. അപ്പോഴാണ് നിങ്ങളെല്ലാവരും കണ്ടാണ് ചിലപ്പം. അപ്പോഴാണ് 85th minute എങ്ങാണ്ട് ഒരു റെഡ് കാർഡ് വരുന്നത്. ആ റെഡ് കാർഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇച്ചിരി ഹാർഷായി പോയി ആ റെഡ് കാർഡ് എന്ന് പറയേണ്ടി വരും. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ആയ പ്ലെയറാണെന്ന് തോന്നുന്നു, ഹാനിബൽ സാല ഫ്രിംപോങ്ങിൻ്റെ ഷോട്ട് ഹാൻഡ് വന്നിട്ട് സാല കൺവേർട്ട് ചെയ്യുന്നു, ഗോള് 1-0. ഈ ഗെയിമിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴൊക്കെ TV ഓൺ ആക്കുകയാണെങ്കിലും ഈ ഗ്രാവൻബർഗും സബോസ്ലായും അവർക്ക് എപ്പോഴൊക്കെ ചാൻസ് കിട്ടിയോ അവർ ഷോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ലോ ബ്ലോക്കിനെ അവർ ബ്രേക്ക് ചെയ്യാൻ അവരങ്ങനെ ഒന്ന് ശ്രമിച്ചായിരുന്നു. നമ്മുടെ ടീമും അതൊന്ന് കണ്ടുപഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴൊക്കെ ആ ഒരു ലോ ബ്ലോക്ക് വരുമ്പം നമ്മൾ വി ഷുഡ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. വി ഷുഡ് ടേക്ക് ചാൻസസ്. അങ്ങനത്തെ ചാൻസസ് ഒക്കെ എടുക്കണം. ആ ഒരു 50-50 ചാൻസസ് അതൊക്കെ എടുക്കണം. നമ്മുടെ ഓഡഗാർഡ് ആയാലും ശരി, സുബമെൻഡി ആയാലും ശരി, റൈസ് ആയാലും ശരി, ഇവർക്കെല്ലാം നല്ല ഷൂട്ടിംഗ് കേപ്പബിലിറ്റി ഉള്ള പ്ലെയേഴ്സ് തന്നെയാണ്. ഓഡഗാർഡ് 2 സീസൺ മുമ്പ് ഔട്ട്സൈഡ് ദ ബോക്സ് എന്തോരം ഗോൾ സ്കോർ ചെയ്തത് നമ്മൾ കണ്ടതാണ്. കട്ടിങ് ചെയ്ത് ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ട് എടുത്ത് നമ്മൾ കണ്ട. പിന്നെ അതങ്ങ് ആ പുള്ളിയുടെ കളിയിൽ നിന്ന് അത് കുറഞ്ഞു പോയി. അതൊക്കെ തിരിച്ച് വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ദേ ഷുഡ് ടേക്ക് നോട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ്. ലിവർപൂളിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ലിവർപൂൾ ഫാനും വലിയ തർക്കത്തിന് വരത്തില്ല. അവരിപ്പോഴും അവരുടെ ഫോമിലേക്ക് വന്നിട്ടില്ല. ഇപ്പം ഈസാക്ക് വന്നിട്ടില്ല കളിക്കാൻ. ഈസാക്കിൻ്റെ ഫിറ്റ്നസ് ലെവല് ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക് എന്നാണ് ആർനെ സ്ലോട്ട് പറഞ്ഞത്. സോ ആ ഒരു ഫുൾ ട്രെയിനിങ് സെക്ഷൻ അവരുടെ ടീമുമായിട്ട് കഴിഞ്ഞിട്ട് ഈസാക്ക് വരും എന്നാണ് പറയുന്നത്. ഈ ഒരു ഫുള്ള് ഋതത്തിലോട്ട് വന്നിട്ടില്ല ലിവർപൂൾ. അത് ഒരേ സമയത്ത് ഡേഞ്ചറസ് ആണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അവരവരുടെ ഫുള്ള് ഋതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഐ തിങ്ക് ദേ വിൽ ബി അൺസ്റ്റോപ്പബിൾ. പക്ഷെ ആ ഫുള്ള് ഋതത്തിൽ വരാതെ തന്നെ അവർക്ക് ഇങ്ങനത്തെ വിൻസ് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം, അത് ഒരേ സമയം അതൊരു ഭാഗ്യമാണ്. അറ്റ് ദ സെയിം ടൈം ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി ഉണ്ട് 100%. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ടേക്കിംഗ് ഷോട്ട്സ് ഔട്ട്സൈഡ് ദ ബോക്സും അതെല്ലാം ചാമ്പ്യൻസ് മെൻറ്റാലിറ്റിയാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ അവർ പൊരുതിയല്ലോ ആ ലോ ബ്ലോക്കിനെതിരെ. ഒരുപാട് ചാൻസസ് ആണ് ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തത്. ബേൺലി വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവരുടെ ടീമിനെ സെറ്റപ്പ് ചെയ്തത്. ആ ഡിഫെൻസീവ്ലി വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് സെറ്റപ്പ് ചെയ്തത്. ദേ വർ വെരി ടഫ് ടു ബ്രേക്ക് ഡൗൺ. അതുകൊണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ലിവർപൂൾ എന്താ ചെയ്തത്, ലാസ്റ്റ് മിനിറ്റ് വരെ പൊരുതിക്കൊണ്ടിരുന്നു.
ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്നല്ല, അങ്ങനെ അവർ ലാസ്റ്റ് മിനിറ്റ് വരെ അവർ എന്താ ബ്രേവായിട്ട് പൊരുതിക്കൊണ്ടിരുന്നു. അവർക്ക് ലാസ്റ്റ് മിനിറ്റിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. ദേ വോൺ ദ ഗെയിം. 4 games played, 4 win, 12 points, top of the table. നോ കംപ്ലൈൻസ് ഐ എം ഷുവർ. ഒരു ലിവർപൂൾ ഫാൻസും കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഫുൾ ഫോമിൽ എത്താഞ്ഞിട്ട് തന്നെ അവർ ഇത്രയും വിൻസ് ചേൺ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഫുൾ ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ അവർ എന്തൊക്കെ കാണിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എനിവേ, അപ്പോൾ നമുക്ക് കമ്മിങ് ബാക്ക് ടു അത്ലറ്റിക് ക്ലബ് വേഴ്സസ് ആർസണൽ ഗെയിം. എനിക്ക് അത്ലറ്റിക് ക്ലബിനെ പറ്റി അധികമൊന്നും അറിയത്തില്ല. ഞാൻ സ്പാനിഷ് ലീഗ് അധികമൊന്നും കാണാറില്ല. അവരുടെ പ്ലെയേഴ്സിനെ പറ്റിയൊന്നും എനിക്ക് അധികം വലിയ പിടുത്തമൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. ആകെ അറിയാവുന്ന പ്ലെയർ, വ്യക്തമായിട്ട് അറിയാവുന്ന പ്ലെയർ നീക്കോ വില്യംസ് ആണ്. അതും യൂറോ കപ്പിലൊക്കെ കണ്ടുള്ള പരിചയമാണ്. അല്ലാതെ ഈ അത്ലറ്റിക് ക്ലബിൻ്റെ കളികളൊന്നും ഞാൻ കാണാറില്ലായിരുന്നു. ബട്ട് ഐ നോ ഹൗ ഗുഡ് ഓഫ് എ പ്ലെയർ ഹി ഈസ്. ഐ നോ ദേ ആർ എ വെരി ഗുഡ് ടീം. ഞാൻ എൻ്റെ റീസർച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയാൻ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവർ 4th ഫിനിഷ് ചെയ്യുന്നു. ഇപ്രാവശ്യം ഇവരുടെ കഴിഞ്ഞ കളി ആൽവേസ് എന്ന് പറയുന്ന ഒരു ടീമായിട്ട് തോറ്റു. അതൊരു സർപ്രൈസിങ് ലോസ് ആയിരുന്നു. അത് അവരുടെ ഹോമിൽ വെച്ചിട്ടാണ് അവർ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പം അതിൻ്റെ ആ ഒരു റിയാക്ഷൻ ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ആർസണൽ ആർ എ വെരി ഗുഡ് ടീം, വെൽ ഡ്രിൽഡ് ടീം. ഐ തിങ്ക് വി ക്യാൻ ബീറ്റ് ദം. ഐ റിയലി തിങ്ക് വി ക്യാൻ ബീറ്റ് ദം. ഒരു വിന്നോടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ എന്നാണ് തോന്നുന്നത്. ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ഗെയിമിലേക്ക് വരുമ്പം ടീം സെലക്ഷനാണ് ഞാൻ ക്യൂരിയസ് ആയിട്ട് നോക്കി കാണുന്നത്. ആരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, ആരെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആണ് ഞാൻ നോക്കി കാണുന്നത്. സോ ദാറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്. എനിക്ക് തോന്നുന്നു ഹെൻകപ്പീനെ കാണാൻ പറ്റും, MLS സ്റ്റാർട്ട് ചെയ്യും, മാക്സ് ഡോമിനെ കാണാൻ പറ്റും, എസെ സ്റ്റാർട്ട് ചെയ്യും ഷുവർ. ഡെക്ലൻ റൈസ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. സോ എനിക്കൊന്ന് ബാക്ക് ലൈൻ ഫുള്ളൊന്ന് അഴിച്ചു പണിയാൻ സാധ്യത കൂടുതലാണ്. കാരണം ആ ഒരു ബി ടീമിന് ചാൻസ് കൊടുക്കാൻ, എന്ന് വെച്ചാൽ അത്ലറ്റിക് ക്ലബ്ബ് മോശമായതുകൊണ്ട് ബി ടീം എന്നല്ല, നമ്മുടെ ബി ടീം ഡിഫൻസ് ഈസ് ആസ് ഗുഡ് ആസ് എ ടീം. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ക്രിസ്ത്യൻ മൊസ്കേര വന്നിട്ട് സലീബയുടെ ആബ്സെൻസ് നമ്മൾ അറിഞ്ഞു പോലുമില്ല. സോ ഐ തിങ്ക് വി ക്യാൻ വിൻ ദിസ് ഗെയിം. യെസ്, ഓഫ് കോഴ്സ് ഇതൊരു ടഫ് ഗെയിം ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം കോൺഫിഡൻറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് മീ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.